പറഞ്ഞോ, നീ പറഞ്ഞോ. ഹലോ ഗായ്സ്, എത്ര മണിക്കൂർ ട്രാവൽ ആയിരുന്നു? 2 മണിക്കൂർ. 2 മണിക്കൂർ ട്രാവലിന് ശേഷം നമ്മൾ നമ്മുടെ കന്യാകുമാരി എത്തിയിരിക്കുകയാണ് ഗായ്സ്. കന്യാകുമാരി ആണെന്ന് പറഞ്ഞ ഒരു തേങ്ങയും കാണുന്നില്ലെന്ന് പറയുന്നവരോട് വെളുപ്പിന് എത്തിയതുകൊണ്ട് അധികം ഒന്നും കാണാൻ പറ്റത്തില്ല. അങ്ങനെ 2-3 തവണത്തെ പ്ലാനിങ്ങും പ്ലാനിങ്ങിന് ശേഷം നമ്മൾ സക്സസ്ഫുള്ളി കന്യാകുമാരി എത്തിയിട്ടുണ്ട് ഗൈസ്. ഈ സൂം ചെയ്ത് കാണിക്കുന്ന സാധനം എന്തായെന്ന് മനസ്സിലായി താഴെ കമൻറ്റ് ചെയ്യുക. എന്തായാലും വീട്ടിൽ നമ്മൾ എന്താണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇനി കന്യാകുമാരി ട്രിവാൻഡ്രം ടു കന്യാകുമാരി പോകുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ 2-3 കാര്യങ്ങൾ പറഞ്ഞു. കാരണം ഞങ്ങൾ പെട്ടതുപോലെ നിങ്ങൾ പെടരുതല്ലോ. ഒന്ന്, റോഡ് ഭയങ്കര മോശമാണ്, അതനുസരിച്ച് വേണം 2 വീലറൊക്കെ വരുന്നവർ പ്ലാൻ ചെയ്യാനായിട്ട്. 2, നല്ല കൊടും തണുപ്പാണ്. അതുകൊണ്ട് അതനുസരിച്ചുള്ള ഡ്രസ്സ് എടുക്കുക. സ്വട്ടറും ജാക്കറ്റൊക്കെ ഇട്ടെന്ന് പറഞ്ഞാലും നല്ല 1-ാം തരം തണുപ്പായിരുന്നു. അത്യാവശ്യം നല്ല കടലടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ കന്യാകുമാരി എത്തിയിട്ടുണ്ട്. അറബിക്കടൽ, പസഫിക് സമുദ്രം, ഇന്ത്യൻ മഹാസമുദ്രം, ഈ 3 കടലും ഒരുമിച്ച് ചേരുന്ന സ്ഥലമാണ് നമ്മുടെ കന്യാകുമാരി. അപ്പോൾ അവിടെയാണ് ഗ്ലാസ് ബ്രിഡ്ജ് കാണുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് എന്തായാലും പോകുന്നില്ല. കാരണം ടിക്കറ്റ് 8 മണിക്ക് സ്റ്റാർട്ട് ആവുള്ളൂ. സോ നമ്മൾ 8 മണിക്ക് പോയി നിന്ന് നോക്കുന്നതിന് ടിക്കറ്റ് കിട്ടുകയാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകും. അല്ലെങ്കിൽ നമ്മൾ ഫോഴ്സ് ഉണ്ട്, അവിടെ പോയിട്ട് നിലവിട്ട്. പറയുന്നതൊക്കെ പൊട്ടത്തരാണെന്ന് അറിഞ്ഞിട്ട് ഇതുപോലെ കോൺഫിഡൻസ് ആയിട്ട് വിളിച്ച് പറഞ്ഞ ഒരാൾ നിങ്ങളുടെ കൂടെയും കാണും. അവൻ പറഞ്ഞ 2 കറക്റ്റാണ്. പസഫിക് അല്ല, അവിടെ മറിച്ച് വരുന്നത് ഇന്ത്യൻ, ബംഗാൾ, അതുപോലെ തന്നെ അറബിക്കടൽ. ഇത് 3 കൂടെ ചേർന്നിട്ടാണ് നമ്മുടെ കന്യാകുമാരി ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ വെളുപ്പിനെ 5:30 ആയി. ഇത്രയും ആൾക്കാർ, സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഞെട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ പോയതൊരു വീക്ക് ഡേ ആണ്. അപ്പോൾ വീക്കെൻഡ് ദിവസമുള്ള അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഗൈസ്. ഇത്രയും ആൾക്കാർ ഗാലറിയിൽ കളി കാണാൻ ഇരിക്കുന്ന പോലെ ആയിരുന്നു. നമ്മുടെ സൂര്യൻ ഇങ്ങനെ വരുന്നതും കാത്തും ഇങ്ങനെ ഇരിക്കുന്നതും. അതിൻ്റെ 3 തണുത്ത് വിറച്ച് 3 ആൾക്കാരും കൂടെ ഉണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ചിരിക്കണോ കരയണോ എന്നറിയാത്ത അവസ്ഥയാണ്. ഈ സൂം ചെയ്ത് കാണിക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇതാണ് ഗ്ലാസ് ബ്രിഡ്ജ്. സൂര്യൻ വന്നില്ല, പക്ഷെ നല്ല വൃത്തിക്ക് നേരെ വെളുത്തിരിപ്പുണ്ടായിരുന്നു. ഞങ്ങളിത് എന്താ സംഭവിക്കണമെന്ന് അറിയാതെ ഇങ്ങനെ സൂര്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ അറിയാത്തതാണോ എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി തിരിപ്പുണ്ടായിരുന്നു. പെട്ടെന്നാണ് സംഭവിച്ചത്. ആൾക്കാരൊക്കെ ഒരു വശത്തോട്ട് അങ്ങോട്ട് ഓടുക. പിന്നെയാണ് മനസ്സിലായത് തിരുവള്ളൂരിൻ്റെ പ്രതിമയുടെ പുറകിലായിട്ടാണ് സൂര്യൻ പൊങ്ങി വരുന്നത്. അതായത് നമ്മളിപ്പോൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് അത് കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആൾക്കാരൊക്കെ അങ്ങോട്ട് നീങ്ങി അത് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അങ്ങനെ വന്നു ഗൈസ്. കാത്തിരുന്ന് ഇത്രയും ക്ഷമയോടെ ഇതിനു മുമ്പ് ഒരിക്കലും സൂര്യൻ വരുന്നത് കാത്തിരുന്നിട്ടില്ല. പൊക്ക ഇല്ലാത്തതുകൊണ്ട് എൻ്റെ പൊക്കമുള്ള ഹസ്ബൻഡ് എന്ത് ചെയ്തു, ഫോൺ വാങ്ങി ഞാൻ ഷൂട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞ് നേരെ പോയി നല്ല സൂം ചെയ്ത് സൂര്യൻ്റെ വരവ് ഫുള്ളും ഷൂട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനു മുമ്പ് ഇത്രയും ഭംഗിയിൽ സൂര്യൻ ഉദിച്ചു വരുന്നത് കണ്ടിട്ടില്ല. ഇത്രയും ഭംഗി സൂര്യൻ ഉണ്ടായിരുന്നു എന്ന് ഇപ്പോഴാണ് നമ്മൾ അറിയുന്നത് പോലും. നല്ല രസമുണ്ടായിരുന്നു സൂര്യൻ ഉദിച്ചു വരുന്നത് കാണാനായിട്ട്. അവിടെ സൂര്യൻ ഉദിച്ചു വരുന്നത് കാണുന്ന ആ സമയത്ത് ആൾക്കാർ ഭയങ്കരമായിട്ട് കൈയടിക്കുകയും ഈ ആദിത്യദേവ് എന്നൊക്കെ പറഞ്ഞിട്ട് സൂര്യൻ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള കുറേ മന്ത്രങ്ങളൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു. മേ ബി ഹിന്ദുക്കളുടെ സംഭവം എന്താണ്. ഓക്കെ, സൂര്യൻ വന്നതിന് ശേഷം വരണ്ടായിരുന്നു എന്ന് തോന്നിയ നിമിഷമായിരുന്നു അടുത്തത്. ഭയങ്കര വെയിലായിരുന്നു. ചുട്ട് ഞങ്ങൾ കരിഞ്ഞ് പോയില്ലെന്നേ ഉള്ളൂ ഗൈസ്. ഇങ്ങനെ നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിൽ പോകാമെന്ന് വരുന്നിട്ട് അങ്ങോട്ട് പോയപ്പോഴും അതിലും ശോകം. ഈ കാണുന്ന ആൾക്കാരൊക്കെ നിൽക്കുന്നത് ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാനാണ്. 8 മണിക്കാണ് ടിക്കറ്റ് കൗണ്ടർ തുറക്കുന്നത്. സമയം ഇപ്പോൾ 6:30, 6:45 ആയിട്ടുള്ളൂ. ആ ടൈമിൽ ഇത്രയും തിരക്ക്. അപ്പോൾ എന്തായാലും നമുക്കത് കാണാൻ പറ്റില്ല, നമുക്ക് മനസ്സിലായി. അപ്പോൾ എന്തായാലും നമുക്ക് വയറ് വിശന്ന് നമ്മൾ കരിയുകയാണ്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതൊരു കഴിച്ചില്ല. വെളുപ്പിനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് ഗൈസ്. അപ്പോൾ നമ്മൾ നല്ലൊരു കടയിൽ കയറി നല്ലോണം ഒന്ന് ഫുഡ് കഴിക്കാൻ കരുതി. അതുകൊണ്ട് അധികം വയറിന് പണി കിട്ടാതിരിക്കാൻ നമ്മൾ വിചാരിച്ചു വെജ് മാത്രം കഴിക്കാവുന്ന രീതിയിൽ നമ്മളങ്ങനെ നല്ലൊരു വെജ് ഹോട്ടൽ തപ്പി. അങ്ങനെ നമ്മളിവിടെ കയറി. ആ കടയുടെ പേരെന്തായിരുന്നു? ദേവൻസ് പ്യുവർ വെജ് ഹോട്ടൽ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഓക്കെ, അങ്ങനെ കടയിൽ കയറി. സത്യം പറയാലോ നല്ല ഫുഡായിരുന്നു. ഞങ്ങളെല്ലാവരും ദോശയാണ് ഓർഡർ ചെയ്തത്. പക്ഷേ അതിന് കോമഡി എന്ന് പറയുമ്പോൾ ഒണിയൻ ദോശ ഓർഡർ ചെയ്തപ്പോൾ 1 കിലോ ഒണിയനും പിന്നെ ഒരു ദോശയും കൊടുത്തു. പുള്ളിക്കാരനെ അവർ ഒതുക്കി. സത്യം പറഞ്ഞാൽ ചിരി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫുഡ് നല്ലതായിരുന്നു. ലൈക്ക് സാമ്പാറും ചട്നിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. അങ്ങനെ നമ്മളങ്ങനെ പ്ലാൻ ചെയ്യാത്തൊരു സാധനം നമ്മുടെ പ്ലാനിലോട്ട് ആഡ് ചെയ്യായിരുന്നു. അതായത് കന്യാകുമാരി ഇത്രയുള്ളൂ മീൻസ് ഗ്ലാസ് ബ്രിഡ്ജ് നമ്മൾ കയറുന്നില്ല. അപ്പോൾ അതിനുശേഷം നമ്മൾ എങ്ങോട്ട് പോകുന്നു ഇങ്ങനെ ആലോചിച്ച് ചിന്തിച്ച് നമ്മൾ എഴുതി ഓക്കെ തൃപ്പരപ്പ് പോവാം. അതാണ് അടുത്ത് വാട്ടർഫോൾ ഉണ്ടല്ലോ, അപ്പോൾ നമുക്കൊന്ന് മുങ്ങി കുളിച്ചിട്ടൊക്കെ വരാം. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ പ്ലാനില്ലാത്തൊരു പ്ലാനായിരുന്നു അത്.
തിരിച്ചു വന്ന വഴി പോകാൻ ഭയങ്കര ട്രാഫിക് ആയതുകൊണ്ട് ബുദ്ധിമാനായ ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് ബീച്ചിലോട് ചേർന്ന് പോകുന്ന റോഡുണ്ട്, ആ റോഡിൽ അധികം ട്രാഫിക് കാണത്തില്ല, അപ്പം നമുക്ക് പെട്ടെന്ന് എത്തുകയും ചെയ്യാം. അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽ ഉണ്ടായിരുന്നു, കന്യാകുമാരി പോയി കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ പ്ലേസൊക്കെ ഉണ്ടെന്ന്. അങ്ങനെ ആ സ്ഥലങ്ങളിലെല്ലാം നമ്മൾ പോയി, നല്ല രസമുണ്ടായിരുന്നു എല്ലാം കാണാനായിട്ട്. നമ്മളങ്ങനെ വണ്ടി പോയതുകൊണ്ട് ഇടയ്ക്ക് വണ്ടിയൊക്കെ നിർത്തി നല്ല രീതിയിൽ നോക്കി ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് പോയത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. കന്യാകുമാരി നിങ്ങൾ ഇനി പോവുകയാണെങ്കിൽ മസ്റ്റായിട്ട് ഈ സ്ഥലവും കൂടെ ഒന്ന് വിസിറ്റ് ചെയ്യുക. ആൻഡ് പോകുന്ന വഴിക്ക് കുറേ ചർച്ചയുണ്ട്, അത് നല്ല പടുകൂറ്റൻ ചർച്ചയൊക്കെ ആയിരുന്നു. അങ്ങനെ ചുമ്മാ അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചു നമ്മളങ്ങനെ പോയി. പോകുന്ന വഴിക്ക് കുറച്ചൊന്ന് ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് നമ്മളൊരു കടയിൽ കയറി ഒരു ലൈം സോഡയും സമൂസയൊക്കെ കഴിച്ചിട്ട് ഒന്ന് എനർജി കയറ്റി അങ്ങനെ നമ്മൾ 100-ൽ വെച്ച് പിടിച്ചു. അങ്ങനെ കറക്റ്റായിട്ട് നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ്. നമ്മൾ തൃപ്പരപ്പ് വാട്ടർഫോൾസിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ കാശൊക്കെ കൊടുത്തിട്ട് നമ്മൾ വാട്ടർഫോൾ കുളിക്കുന്നതന്നെ ബോട്ടിങ് പോകുന്നതായിരുന്നു, അങ്ങോട്ടേക്ക് നടക്കുന്ന കാഴ്ചയാണ്. പൊരി വെയിലായിരുന്നു, സത്യം പറഞ്ഞാൽ നല്ലോണം ടാനായി ഫേസൊക്കെ. അങ്ങനെ നടന്ന് നമ്മൾ എത്തിയപ്പോഴത്തേക്കും അവിടെ ആൾക്കാരും ഇല്ലായിരുന്നു സത്യം പറഞ്ഞാൽ. എനിക്ക് തോന്നുന്നു മീൻസ് 11 മണിയൊക്കെ ആയിട്ടുള്ളൂ. നമ്മൾ നേരത്തെ പോയല്ലോ, അപ്പോൾ അവിടെ ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോഴാണ് വളർന്നിട്ടും വളർച്ച വരാത്ത 2 ആൾക്കാർ ഇങ്ങനെ ഇരുന്ന് കളിക്കുന്നത് നിങ്ങൾ ഈ കാണുന്നത്. അതൊക്കെയാണ് നമുക്ക് കുറച്ച് റീൽസ് എടുക്കാനുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അതിനാണ് അവിടെ പോയത്. അങ്ങനെ കുറച്ച് റീൽസൊക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വിചാരിച്ചു എങ്കിൽ വെയിൽ കൊണ്ട് പണ്ടാരയും കരിഞ്ഞു, ഇനി കുറച്ച് വെള്ളം നനയാന്ന് കരുതിയിട്ട് വാട്ടർഫോൾസിൽ പോകണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കുറച്ച് ഡ്രസ്സ്, നമ്മൾ പ്ലാനിങ്ങിലില്ലാത്തൊരു സാധനമായിരുന്നില്ല. അപ്പം ട്രൗസറും ബനിയനൊക്കെ വാങ്ങിയിട്ട് നേരെ പോയി വെള്ളത്തിൽ മുങ്ങി. ആക്ച്വലി വാട്ടർഫോളിൽ കൊള്ളുന്നതിനേക്കാളും നല്ല രസമായിരുന്നു അവിടുത്തെ സ്വിമ്മിംഗ് പൂള്. ഒരാൾക്ക് 10 രൂപയാണ് സ്വിമ്മിംഗ് പൂളിന്. അവിടെ ഭയങ്കര രസമായിരുന്നു. ഞങ്ങൾ നല്ലോണം എൻജോയ് ചെയ്തിട്ട് തിരിച്ച് പോകാൻ സമയത്താണ് ഞങ്ങൾ വാട്ടർഫോൾ വീണ്ടും കയറുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. അങ്ങനെ നല്ലോണം തളർന്നു, സത്യം പറഞ്ഞാൽ വെള്ളത്തിൽ കളിച്ച് തളർന്നു. അതിനുശേഷം നമ്മൾ കരുതി ഫുഡ് കഴിക്കാൻ പോകാമെന്ന്. തൃപ്പരപ്പ് ടു ട്രിവാൻഡ്രം പോകുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു ബെസ്റ്റ് ഹോട്ടൽ ഞാൻ പറഞ്ഞു. അത് തൃപ്പരപ്പ് വന്നിട്ട് വീണ്ടും ട്രിവാൻഡ്രം പോകുന്ന റൂട്ടിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ മസ്റ്റായിട്ട് ഈ ഒരു ഹോട്ടലിൽ കയറുക. അതൊരു ഹോംലി ഹോട്ടലായിരുന്നു കേട്ടോ. അതായത് നമ്മുടെ അച്ചായൻസ് ഹോട്ടൽ, അവർ വീട്ടിലുണ്ടാകുന്ന ഫുഡാണ് തരുന്നത്. നല്ല ടേസ്റ്റ് ആയിരുന്നു. അതിൻ്റെ ആ ഹോട്ടലിന് കഴിഞ്ഞിട്ടുള്ള വ്യൂ എന്ന് പറയുന്നത് ഇതാണ്. നിരാശ കമ്മനോടെ നിൽപ്പുണ്ടായാലും മൈൻഡ് ചെയ്യേണ്ട, അത്രയ്ക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആയിരുന്നു. ആൻഡ് ഫുഡ് എന്ന് പറയുന്നത് അതിലും കിടിലോസ്കി ആയിരുന്നു. സത്യം പറഞ്ഞാൽ വയറ് നിറഞ്ഞ് സന്തോഷവതിയാണ് ഞങ്ങളെല്ലാവരും. കാരണം അത്രയ്ക്ക് ടയർഡായിരുന്നു ഞങ്ങൾ വെള്ളത്തിൽ കളിച്ച്. എന്നിട്ട് ഈ ഫുഡ് നല്ലോണം കഴിച്ചിട്ട് അവിടുത്തെ വ്യൂ ഒക്കെ ആസ്വദിച്ചിട്ട് നമ്മൾ നേരെ പോവുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഞങ്ങളുടെ കുഞ്ഞ് വ്ളോഗ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാതെ സ്നേഹത്തോടെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങളുടെ ഓരോ സപ്പോർട്ടാണ് നമുക്ക് കിട്ടുന്ന ഓരോ ബലം. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാ വിശേഷങ്ങളും കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിൽ പോകണം. വല്ലാണ്ട് അങ്ങ് ടയർഡായി. അപ്പോൾ കാണാം. സീ യു.